നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. പുരാട നക്ഷത്രമാണ്. പുരാട നക്ഷത്രത്തിന് ഈ നക്ഷത്രക്കാർ പൊതുവിൽ വിശാല മനസ്കരായിരിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ അവർക്കൊരു മനസ്സ് കാണും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലമായിട്ട് ഗുണഫലങ്ങളേറിയ അവസ്ഥയും പറയപ്പെടാം. പ്രത്യേകിച്ച് ആരോഗ്യ ഗുണങ്ങളേറുക, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല വിദ്യാ പുരോഗതി ഉണ്ടാവുക, സ്കോളർഷിപ്പ് കിട്ടുക, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ടൊക്കെ പറയാം. കുടുംബകാര്യങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധയെടുക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ജോലി ഭാരം കുറച്ച് വർദ്ധിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മനസ്സിന് ഉന്മേഷം നൽകുന്ന ചില വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ ഇവർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ വീട്ടിലെന്തെങ്കിലും മംഗളകാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. വസ്ത്രങ്ങളുടെ ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്റ്റേഷനറി ഏർപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വീട് വിൽപ്പന സംബന്ധമായിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വീട് വിറ്റ് നല്ല വീട് വാങ്ങിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. പുതിയ വ്യവസായ സ്ഥാനങ്ങളൊക്കെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ജോലിഭാരം കുറച്ച് കൂടുന്ന അവസ്ഥ വർഷാന്ത്യത്തിൽ ഇവർക്ക് കാണപ്പെടുന്നുണ്ട്. കാര്യ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും പുതിയ വർഷം ഗുണകരമായിട്ട് പറയാം. ചില പുതിയ പദവികളൊക്കെ അലങ്കരിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, കുടുംബജീവിതത്തിൽ കുറച്ച് നിഷ്കർഷത പാലിക്കണം എന്നൊക്കെ ഒരു അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. കലാകാരന്മാർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനായിട്ട് അലസത കാണിക്കുന്ന ഒരവസ്ഥ ഇവരുടെ സന്താനങ്ങൾക്കും ഉണ്ടായി എന്ന് വരാം. ദുർച്ചെലവുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിലൊക്കെ ഒരു പങ്കാളിയുടെ നിയന്ത്രണം കൊണ്ട് അതൊക്കെ മാറിപ്പോകുന്നതായിരിക്കും. തൊഴിൽ തർക്കങ്ങളൊക്കെ രമ്യതയെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും.